ഗോപാലകൃഷ്ണ സാർ, അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ശ്രീ കെ പി ഭാസ്കരൻ സാർ, ശ്രീ കെ പി രാഘവൻ സാർ ഉൾപ്പെടെയുള്ള ദീർഘകാലം ഔദ്യോഗിക പദവി അലങ്കരിച്ചതിന് ശേഷം സാർ 1941 ജനുവരി 6 കോഴഞ്ചേരിയിലാണ് ജനിച്ചത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 1964 ഡിഗ്രി എടുത്തു. തുടർന്ന് 1996 തിരുവനന്തപുരം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി വിരമിച്ചു. ഇപ്പോൾ ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റായി പാപ്പനംകോട് താമസിക്കുന്നു. റിട്ടയർ ആയതിനു ശേഷം സാഹിത്യരംഗത്ത് അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുകയാണ്. ആനുകാലികങ്ങളിൽ കവിത, കഥാലേഖനങ്ങൾ, നോവൽ എന്നീ മേഖലകളിൽ അദ്ദേഹം സജീവമാണ്. മഴയുടെ ശബ്ദം, നീലക്കുറുക്കൻ, ചുറ്റിക എന്നീ കാവ്യസമാഹാരങ്ങൾ, വിളക്ക് ചേർത്ത കണ്ണികൾ എന്ന നോവൽ, ദുഃഖിക്കാനൊന്നുമില്ലാത്തവൻ്റെ ദുഃഖം എന്ന ചെറുകഥ ഉൾപ്പെടെ നിരവധി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഇന്ന് സാഹിത്യ ലോകത്തിന് സമഗ്ര സംഭാവനകളായി നിലനിൽക്കുന്നു. ശബരിമല നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിന് അദ്ദേഹം സേവനകാലത്ത് ഗുഡ് സർവീസ് എൻട്രി സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ രംഗത്തും ഔദ്യോഗിക രംഗത്തും വളരെയധികം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ആരാധ്യനായ ശ്രീ കെ പി ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹം 86 വയസ്സിന്റെ നിറവിലാണ്. നാം ഓരോരുത്തരും പറയുന്നത് പോലെ വയസ്സെന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ്. മനസ്സുകൊണ്ട് ഒരിക്കലും അദ്ദേഹം വയസ്സാകുന്നില്ല. ഇന്നും അദ്ദേഹം ഔദ്യോഗിക രംഗത്തും ഒപ്പം സാഹിത്യ രംഗത്തും നമ്മളെക്കാളും കൂടുതൽ ചെറുപ്പമായി നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നിൽ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാവ്യസഭയെ കുറിച്ച് ദേവൻ പകൽക്കൊരു സാർ വിശദമായി ഇവിടെ അവതരിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ആദ്യമേ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന, ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുന്ന, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ആദരവ് അർപ്പിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം പ്രിയപ്പെട്ട ആരാധ്യനായ ശ്രീ കെ പി ഗോപാലകൃഷ്ണൻ സാറിനെ ആദ്യമേ ഹാർദമായി സ്വാഗതം ചെയ്യും. ഇന്നീ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കറിയാം. സാറിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യും. സാറാണ്, അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പറയുന്ന പത്രമാധ്യമത്തെ അതിന്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള സാംസ്കാരിക മേഖലയിലെ കഴിഞ്ഞ ദിവസം വിശ്വ സാംസ്കാരിക വേദിയുടെ ഏറ്റവും മികച്ച പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ ഡോക്ടർ റഷീദ് മഞ്ഞപ്പാറയ്ക്ക് നമ്മൾ ഓരോരുത്തരുടെയും പേരിലുള്ള ഹാർദമായ സ്വാഗതം. ശ്രീ കെ പി ഭാസ്കരൻ സാറിനെയും ശ്രീ കെ പി രാഘവൻ സാറിനെയും രണ്ടുപേരെയും നമ്മുടെ ആദരവ് അറിയിക്കുന്നു, ഹാർദമായി സ്വാഗതം ചെയ്യും. ഇതിലുള്ള സാംസ്കാരിക കൂട്ടായ്മകളെ ധന്യമാക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഇന്ന് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. കെ പി ഗോപാലകൃഷ്ണൻ സാറിനോടുള്ള ആദരവ് അറിയിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ടതാണ്. സമയക്കുറവ് മൂലം അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഓരോ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും, കവികളെയും, സാഹിത്യകാരന്മാരെയും തനിമ സാംസ്കാരിക കൂട്ടായ്മയുടെ പേരിൽ ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ശതാഭിഷിക്തനാകുന്ന ശ്രീ കെ പി ഗോപാലകൃഷ്ണൻ സാർ നമുക്കിടയിൽ കവിതയുമായി വല്ലപ്പോഴും എത്തുന്ന ഒരു നല്ല പ്രതിഭയാണ് ശ്രീ കെ പി ഗോപാലകൃഷ്ണൻ സാർ. 1996 അദ്ദേഹം പഠനം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയറായി സേവനം ആരംഭിച്ചു. 1996 സർവീസിൽ നിന്നും വിരമിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം. അതിനുശേഷമാണ് നീലക്കുറുക്കൻ ഇറങ്ങിയത്. പിന്നെ ചുറ്റികയും അതുപോലെ 5 കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു. വഴിമാറി ഒഴുകുന്ന പുഴ, കുറവനും കുറത്തിയും എന്നിവയും ചേർത്ത് 5 കവിതാ സമാഹാരങ്ങളാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വിളക്കി ചേർത്ത കണ്ണികൾ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നോവലാണ്. ഒരു നോവലേ എഴുതിയിട്ടുള്ളൂ. ആ നോവൽ വാസ്തവത്തിൽ ആത്മകഥ കൂടിയാണ്. കാരണം ആ നോവലിലെ കഥാനായകൻ അദ്ദേഹം തന്നെയാണ്. ഗോപൻ പിന്നെ ശശികല അവരുടെ പ്രണയകഥ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു. അതിനുശേഷം കോളേജിൽ പഠിച്ചു. അങ്ങനെ അവരുടെ ഒരു പ്രേമകഥയാണ് ഈ വിളക്കി ചേർത്ത കണ്ണികൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത,
ഇതിലെ കഥാപാത്രങ്ങളെല്ലാം അത് ഒരാൾ പോയിട്ടുണ്ടോ, ബാക്കിയെല്ലാം ജീവിച്ചിട്ടുണ്ട്. മലയാളിയെ മര്യാദ പഠിപ്പിക്കണോ എന്ന ഒരു ലേഖനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദുഃഖിക്കാനൊന്നും അദ്ദേഹം പാടാനും താളബോധമുള്ള ചതോബദ്ധമായ കവിതകളാണ്. സുതവൈഭവത്തിൽ മാധുര്യം ശിരസറ്റപുത്രന്റെ ചാരത്തിരുന്നവൻ പെരുന്തച്ചനേക്കാൾ സമർത്ഥനാണ്. ഈ പെരുന്തച്ചന്റെ മകന്റെ സൗന്ദര്യത്തിൽ ആ കയ്യിലേന്തി കൊണ്ടുപോകാനടുക്കുന്നു തടുക്കാൻ എന്നൊരു വിളി, അച്ഛാ എന്നൊരു വിളി വിളിച്ചെന്റെ പൊന്നുമാൻ പിടയ്ക്കുന്നു. അച്ഛാ എന്നൊരു വിളി മാത്രമാ ചുണ്ടിൽ നിന്നും നിശ്ചലം കിടപ്പാണൻ. ഈ മകനെ പിടിക്കൂ, ഇവനെ ഈ പുത്രനെ വധിച്ചോനെ അടയ്ക്കൂ. ഓടി വന്നടുത്തെത്തി എന്നുണ്ടി തമ്പുരാനും. ഈ കവിത കെ.പി. ഗോപാലകൃഷ്ണൻ സാറ് എഴുതുമ്പോൾ ഇതിൽ കവിതകളും ഇതിൽ ഇടം നേടിയിട്ടുണ്ട്, ചുറ്റികയും. അതുപോലെ പ്രേമ സാമന്യവും പ്രേമ കാലം ഇത്രയും കടന്നുപോയി, ഇടയ്ക്ക് വെച്ച് ഇത് നിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ അദ്ദേഹം ഒരു ഇനിയുള്ള പരിപാടികളിലും എപ്പോഴും വരാൻ സാറിന് അനുഗ്രഹിച്ചില്ലെങ്കിലും ഒരു സ്വഭാവം മാത്രമുണ്ട്. അത് ഞാനും ഇതേപോലെ അന്ന് വായനയിൽ കൃത്യമായിട്ടും എല്ലാവരുടെയും പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ എത്തും. അപ്പോൾ പുസ്തക പ്രകാശനങ്ങൾ നടക്കും. ഏറ്റവും പുറകിലാണ് എൻ്റെ സീറ്റ്, ഏറ്റവും പുറകിലിരിക്കും. അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിലാണ് ഒരു ദിവസം കെ.പി. ഗോപാലൻ സാർ ഒരു പുസ്തക പ്രകാശനത്തിന് എന്നെ ക്ഷണിച്ചു. 2011 എൻ്റെ ഓർമ്മ, 9-ഓ 10-ഓ 11-ഓ ആണ്. അപ്പോൾ എന്നെ ക്ഷണിച്ചു. അപ്പോൾ കലാമല്ലേ, അപ്പോൾ അന്ന് ഈ മൊബൈലൊന്നുമില്ല, പേജറൊക്കെ വന്നത് പിന്നീടാണ്. ആ കാലഘട്ടത്തിലാണ് വൈകുന്നേരം ഒരു ദിവസം രാത്രിയായപ്പോൾ എന്നെ വിളിക്കുന്നു. കലാമാണ്. ഞാൻ പറഞ്ഞ ആണ്. ഞാൻ കെ.പി. ഗോപാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞ അറിയാം സാർ, സാറൊക്കെ അന്ന് തിളങ്ങി നിൽക്കുന്ന വ്യക്തികളാണ്, കവികളാണ് കെ.പി. ഗോപാലകൃഷ്ണൻ സാറൊക്കെ. അപ്പോൾ എനിക്കറിയാം, പക്ഷേ എന്നെ അറിയാമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ശരി, എൻ്റെ പുസ്തക പ്രകാശനം ഈ വരുന്ന 2ാം ശനിയാഴ്ച വായനയിൽ വെച്ച് ONV സാർ പ്രകാശനം ചെയ്യുക. സുഗതകുമാരി ടീച്ചറാണ് എന്ന് തോന്നുന്നത് സ്വീകരിക്കുന്നത്, അത് പുതുശ്ശേരി സാറിനോടൊക്കെയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ വരും സാർ, വായനയിൽ കൃത്യമായിട്ടും വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ യാതൊരു സംശയവുമില്ല. അല്ല, വന്നാൽ പോരാ, സ്വാഗതം പറയണം. കാരണം അതുവരെ ഞാൻ നമ്മളെ ഇന്ത്യയുടെ ഔദ്യോഗിക തലത്തിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഒരു സാഹിത്യ രംഗത്ത് പ്രസംഗിക്കുന്നത് അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. അത് തുറന്നു തന്നെ പറയാം. അതിനുശേഷം ഇവിടെ ഇഷ്ടംപോലെ നിങ്ങൾക്കൊക്കെ ഇടാനുള്ള പൊന്നാള കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ന്
നമ്മളൊക്കെ തന്നെ സത്യത്തിൽ പ്രത്യേകിച്ചും ഈ കാലം എന്ന് പറയുന്നത് ഒരുപാട് ആസുരമായ ഒരു കാലമാണ്. മനോഹരമായ ഒരു നിമിഷം ഇവിടെ തനിമ ദീപങ്ങളിലൂടെ തെളിച്ചു വച്ചിരിക്കുന്നത്. ഒരു മഹാനായ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ 86ാമത്തെ ജന്മവാർഷികത്തിൽ ആദരിക്കുക എന്നത് അദ്ദേഹത്തോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയൊരു ആദരവ് തന്നെയാണ്. സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഏറ്റവും ലളിതമായതും എന്നാൽ ആഴമേറിയ ചിന്തകൾ കൊണ്ട് നിറച്ചതും കാരുണ്യവും സ്നേഹവും ദയാവായ്പുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളും. അതോടൊപ്പം തന്നെ സാഹിത്യത്തിൻ്റെ മറ്റൊരു മേഖലയായ ഈ ഹാസ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹാസ്യ വിമർശനത്തിലും അദ്ദേഹം കവിതകൾ എഴുതിയിരിക്കുന്നു. ഇവിടെ വളരെ വിശദമായി അതേക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി, ഇത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും സ്വന്തം ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അദ്ദേഹം നേരിട്ട സംഭവങ്ങൾ, കണ്ണിൽ കണ്ട അനീതികൾ, അതിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ രൂക്ഷമായ എഴുത്തുകൾ, പ്രതികരണങ്ങൾ, അത്തരത്തിൽ ലേഖനങ്ങളും സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ ആദരവ് അറിയിക്കുന്നതിന് ശ്രീ കലാം കൊച്ചേറ സാറിനെ അറിയിക്കാം, ക്ഷണിക്കുക. പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ പുഷ്പകിരീടം അണിയിക്കുന്നതിന് ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ കലാം കൊച്ചേറെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ പുഷ്പകിരീടം അണിയിക്കും. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് ഡോക്ടർ വി പ്രസന്ന മണി ടീച്ചറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ പ്രസന്ന മണി ടീച്ചർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. പ്രസന്ന മണി ടീച്ചർ, ദേവൻ പകൽക്കുടി സാർ, ശ്രീ ഋഷി മഞ്ഞമാർ അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നു. ശ്രീ NRC നായർ. മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കാൻ പൊന്നാട വേദി ലഭിക്കും. ഡോക്ടർ മനോഹരൻ നായർ, ശ്രീ അനിൽ നെടുങ്ങോൾ അറിയിക്കുന്നതിന് ക്ഷണിക്കുകയാണ്. സാറിനെ ക്ഷണിക്കുന്നു. ഇവിടെ കൊണ്ട് നിർത്തിയല്ലോ. പ്രിയ കവികളെയും സാഹിത്യകാരന്മാരെയും സാറിനോടുള്ള തലസ്ഥാന നഗരിയുടെ ആദരവ്. കേട്ടോ പൊന്നാട കേട്ടോ. പൊന്നാട അണിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പൊന്നാട ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് വരാം. എനിക്ക് അതിൻ്റെ ലൈറ്റ് നേരെ ഇതിൽ അടിക്കണം. ക്യാമറയിൽ വീടാവുന്നു. നവതിക്കും ഇടയ്ക്കുള്ളതായ സമയമാണ്. അതുകൊണ്ട് തന്നെ നവതി വരെ എന്ന് പറയുന്ന ഹ്യൂമർ തുടങ്ങിയിട്ടുള്ളതായ ഹ്യൂമറസ് ആയിട്ടുള്ള കവിതകൾ എഴുതുന്നതിനും സാധ്യമാണ്. സാറിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഒരുപാടുണ്ടെങ്കിൽ കൂടി ഞാൻ ഒരു കാര്യം ഈയിടയ്ക്ക് അവാർഡ് ഡോക്ടർ സുരേഷിന് അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷൻ ബന്ധപ്പെട്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഗോപാലകൃഷ്ണൻ സാർ എന്നെ വിളിക്കാറുണ്ട്.
ഡോക്ടർ ഡോക്ടർ രക്തം കുടിച്ച കൊതുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരാണ്? സഹോദരരാണ് എന്ന് ആരോ വിലക്കിയതായിട്ട് തോന്നുന്നു സാറ്. അതുകൊണ്ട് തന്നെ കൊതുകുകളെ നിർദാക്ഷിണ്യം അവരെ അങ്ങ് എന്താ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പാറിപ്പറക്കുവാനായിട്ട് വിടുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കവിതയാണ് കൊതുകിനെ കൊല്ലരുത്. ഇനി എനിക്ക് തോന്നുന്നു വേറൊരു കവിത നിങ്ങളൊന്നും അറിയണം. എന്താണത്? മഴയുടെ ശബ്ദത്തിലുള്ള ബുദ്ധൻ ചിരിക്കുന്നു, പ്രസിദ്ധമായിട്ടുള്ളതായ ബുദ്ധൻ്റെ ചിരിയെ നമുക്കറിയാം. അതിനകത്ത് സാറ് പറയുന്നത്, ഹൃദയത്തിൽ അണുബോംബ് പൊട്ടിച്ച വേളയിൽ ബോംബെയിൽ ഉള്ളിക്കും ഉപ്പിനും കാരറ്റിനും പച്ച ഭൗതിക അനന്തപുരിയുടെ എത്രയോ സാംസ്കാരിക സായാഹ്നങ്ങളിൽ KP ഗോപാലകൃഷ്ണൻ എന്ന കവി 86 എന്ന് പറഞ്ഞാൽ എനിക്ക് അവിശ്വസനീയമായി തോന്നുന്നു. 56ൻ്റെ ചെറുപ്പത്തിൽ അവിടെയെല്ലാം പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളുടെ മുമ്പിൽ ചുറുചുറുക്കോടെ ഞങ്ങൾക്കെല്ലാം ആവേശം പകർന്നുകൊണ്ട് നിൽക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് KP ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കവി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു നമുക്കെല്ലാം നമസ്കാരം. ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ പുസ്തകപ്രകാശനായി ഈ 85-ാം വയസ്സ് കഴിഞ്ഞതിന് ഞാനൊരു ആശംസ കൊടുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. എങ്കിലും ചില 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാര്യം ഒന്ന്, ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് വന്നതുകൊണ്ടാണ് ഞാനും വല്ലതും കുറേ വർഷങ്ങളായിട്ട് എഴുതുന്നു, ചേട്ടനും എഴുതുന്നു. അതൊക്കെ പ്രസിദ്ധീകരിക്കാനൊക്കെ ചില അവസരങ്ങളുണ്ട്. അതൊക്കെ ഓരോ കാരണമാണ്. ഞാൻ 45 വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കായിപ്പോയെന്ന് എനിക്കൊരു തോന്നൽ. 5 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ അല്പം സ്ഥലം, വളരെ ചുരുക്കി പറയുകയാണ്, അല്പം സ്ഥലം വാങ്ങി വീട് വെച്ചു. ഞാൻ ഒറ്റയായിപ്പോയല്ലോ എന്ന് കരുതി. എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന ചേട്ടനെ ഞാൻ പോയി കണ്ടു. ഇങ്ങനെ തൊട്ടടുത്ത് സ്ഥലമൊക്കെ ഒഴിഞ്ഞു കിടന്നു. അപ്പം ചേട്ടൻ എറണാകുളത്ത് വൈറ്റിലെയാണ് താമസം. വൈറ്റിലെ അന്നത്തെ ഏറ്റവും എറണാകുളത്തെ റിമോട്ട് ഏരിയ ആയിരുന്നു. ഇന്ന് വൈറ്റിലെയാണ് എറണാകുളത്തിൻ്റെ ഏറ്റവും പോഷ് ഏരിയ. അവിടെ വല്ലതും 5-6 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ വല്ലതും കഴിച്ചു കൂട്ടേണ്ടുന്ന ആളിനെ ഞാൻ നിർബന്ധിച്ച് അവിടെ പോയിരുന്ന് ഒരു 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസയും വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് തന്നെ പോയി ഒരു കുറച്ച് സ്ഥലം വാങ്ങി വീട്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ തിരുവനന്തപുരത്ത് വന്നതുകൊണ്ടാണ് ഞാനും എന്തെങ്കിലും എഴുതാൻ തുടങ്ങി, ജ്യേഷ്ഠനും കുറേ എഴുതാൻ തുടങ്ങിയത്. അന്നൊക്കെ ജ്യേഷ്ഠൻ ചെറുപ്പത്തിൽ എഴുതുമായിരുന്നു, കവിതകളൊക്കെ എഴുതുമായിരുന്നു. പക്ഷേ ഇതൊന്നും അവതരിപ്പിക്കാൻ വേദി കിട്ടിയില്ല. അങ്ങനെ അവതരിപ്പിക്കാൻ വേദി കിട്ടിയത് ഇവിടെ സാറെ കുറച്ച് മുമ്പ് ചോദിച്ച പ്രശ്നമണി ടീച്ചറും പറഞ്ഞു, ഒരു ചർച്ചാവേദി ബാബു ഉണ്ടായിരുന്നു. 40 വർഷക്കാലം ഈ കലാകൊച്ചാറ സാറിനെ പോലെ തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് 40 വർഷക്കാലം ഇവിടെ ചർച്ചാവേദി നടത്തിയ ഒരു ബാബു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചർച്ചാവേദിയിലാണ് ജ്യേഷ്ഠനാണേലും കഥകളും കവിതകളും ഒക്കെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. എനിക്കും ചില അവസരങ്ങളൊക്കെ കിട്ടി. ജ്യേഷ്ഠൻ്റെ കവിത അവതരിപ്പിക്കുമ്പോൾ വളരെ പേടിച്ച് അവതരിപ്പിക്കുന്ന മുന്നിരിക്കുന്ന ആരൊക്കെയാണ്? വിഷ്ണുനാരായണൻ നമ്പൂരി സാറ്, അങ്ങനെ എത്രയോ മഹാന്മാരാണ് ഫ്രണ്ടിലിരിക്കുന്നത്. പക്ഷെ അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അപ്പം നമുക്കും എന്തെങ്കിലും എഴുതാൻ കഴിവുണ്ട് എന്നൊരു ധാരണ. അങ്ങനെയാണ് എന്തെങ്കിലും എഴുതാനൊക്കെ തുടങ്ങി ഇതുവരെയൊക്കെ ആയത്. അപ്പോൾ ഈ ചർച്ചാവേദി ബാബുവിനെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കാൻ കാരണം കലാകൊച്ചാറെ പോലെ ഉള്ള ഒരാൾ ഉള്ളത് കൊണ്ട് മേലിലെങ്കിലും അദ്ദേഹം മരിച്ചിട്ടിപ്പം 2011 മരിച്ചതിന് ശേഷം അതിന് ശേഷമാണിപ്പോൾ ഒരുപാട് പിന്നെ NRC സാറിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഓരോരുത്തരുടെ നേതൃത്വത്തിൽ ഒരുപാട് സംഘടനകളും വേദികളും ഇവിടെ ഉണ്ടായി. പക്ഷേ ഇതൊക്കെ ചർച്ചാവേദി ബാബുവിന് ശേഷമാണ്. അപ്പം ഞങ്ങൾക്കെല്ലാം ഈ പറഞ്ഞത് ഒരു 15 വർഷം മുമ്പ് 20 വർഷം കൊണ്ട് ഞങ്ങളൊക്കെ വേദിയിലുള്ളതാണ്. ഇന്നിരിക്കുന്ന പലരും ഇല്ല. ഗോവിന്ദൻ സാറ് ഞങ്ങളൊക്കെ പല വേദിയിലുള്ളതാണ്. നമ്മുടെ ഈ അടുത്ത കാലത്ത് ഒരു 3-4 ദിവസം മുമ്പ് ഒരു നടന്നു പാച്ചൽ സുകുമാരാനുസ്മരണം അദ്ദേഹം നടത്തിയ വേദിയിലൊക്കെ ടീച്ചർ ഞങ്ങളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നതാണ്. ചാരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതയും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയാണ്. വികസന പ്രവർത്തനങ്ങളായാലും അതിൻ്റെ ചുവട് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് വികസനം നടത്തേണ്ടത്, എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് ഏത് രീതിയിലായിരിക്കണം, വനനശീകരണം ഇല്ലാതെ തന്നെ നമ്മുടെ നാട്ടിനെ വെളിച്ചത്തിലേക്ക് നയിക്കണം എന്നൊക്കെ ഉള്ള ഒരു ധാരണയും പ്രകൃതിയോടുള്ള സൗഹൃദവും അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വപരമായ പെരുമാറ്റവും അദ്ദേഹത്തെ വളരെയേറെ
കുറച്ച് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്ന് വേദിയിൽ എത്തുന്നത്. ആദരണീയനായ കെ പി ഗോപാലകൃഷ്ണൻ സാർ നേരിട്ട് തന്നെ വിളിച്ചു പറഞ്ഞു, തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ വരണം. ഞാൻ അദ്ദേഹത്തിൻ്റെ ശതാഭിഷേകത്തിന് എത്തിയില്ലെങ്കിൽ അത് വലിയ നഷ്ടമാകും എന്ന ഉറച്ച ഒരു ചിന്ത കൊണ്ട് മാത്രം ഞാൻ എത്തിയതാണ്. പരിപാടിയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നന്ദി പ്രസംഗത്തിനും മറുപടി പ്രസംഗത്തിനുമായി പ്രിയപ്പെട്ട കെ പി ഗോപാലകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുകയാണ്. ഈ രണ്ട് അനിയന്മാര് എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടി, ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് ഞാൻ പറയുന്നില്ല. ഇവിടെ വരുത്തിയതിന് എങ്ങനെ ഞാൻ അവിടെ നിന്നത് ഇത്രയും വലിയൊരു സ്നേഹിതരുടെ കൂട്ടം എനിക്കുണ്ട് എന്നുള്ളത് വല്ലാത്തൊരു അഭിമാനബോധമോ എന്തൊക്കെയാണ് പറയുന്നത്. വാക്കുകൾ കിട്ടുന്ന സത്യമാണ്. കോട്ടയത്തു നിന്ന് അയ്യര് വന്നിരിക്കുന്നു. എൻ്റെ സഹപാഠികളായ കരുണാകരൻ, സിറ്റിയാർ, ഇത് 100ഓളം കവികളെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമോ ഒരു കുറ്റബോധമോ എന്ന ഒരാളുണ്ട്. ശാന്ത തുളസിന് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗിരിജ 30 വർഷം മുമ്പ് ഞങ്ങൾ ഒരേ വേദിയെ പ്രത്യക്ഷപ്പെട്ടു. അവിടെയാണ് എൻ്റെ തുടക്കം. അവിടെ നേരത്തെ ഭാസ്കരൻ പറഞ്ഞ ചർച്ചാവേദി, പിന്നെ 2 മനുഷ്യനാട് സഹൃദയാത്ര, ഈ 3 വേദിയിലാണ് ഞങ്ങളുടെ തുടക്കം. അന്ന് തൊട്ട് സുഹൃത്തുക്കളാണ്. ഗിരിജയും പ്രൊഫസർ ഗിരിജയാണ്, ഇംഗ്ലീഷ് പ്രൊഫസറാണ്. ശാന്ത ഒത്തിരി അവാർഡ് വാങ്ങിച്ച സുഹൃത്തുക്കളാണ്. അവരൊക്കെ വളരെ സ്ട്രെയിൻ എടുത്താൽ വന്നിരിക്കുന്നത് എനിക്കറിയാം. പ്രായത്തിലുള്ളൂ. എനിക്ക് എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. 1ാം ക്ലാസ് പഠിക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ് നേരെ 1ാം ക്ലാസ് രഞ്ജീശ്വരമുള്ള ചൊല്ലുന്നത് ഈ രഞ്ജീശ്വരമുള്ള ചൊല്ലിയാണ് രണ്ടാം ക്ലാസ്സിൽ ഒരു കുട്ടി ആദ്യം വിളിച്ചു. അത് വിളിച്ച് ഞങ്ങൾ എന്നെ വിളിച്ചു. അപ്പം അത് 2ാം ക്ലാസ് ഒത്തിരി പോകാം. ഞാൻ ചൊല്ലി കഴിഞ്ഞപ്പോൾ ഈ 2ാം ക്ലാസ്സിൽ ഇരുന്നാൽ മതി. സത്യം പറയും. 1ാം ക്ലാസ് ഞാൻ പഠിച്ചു. അവിടെ നിന്ന് തുടങ്ങിയാണ്. അപ്പം അതിൻ്റെ ഒരു ഇപ്പോൾ സംഗീതത്തിൻ്റെ പാത്രത്തല്ലേ സംഗീതത്തിൻ്റെ ആസ്വദിക്കാൻ കഴിയുന്നത്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയ ഇതാണ്. പക്ഷെ അത് വളരെ അർത്ഥവത്തായി പരീക്ഷകളെ ചൊല്ലി എനിക്ക് കൊട്ടാരത്തിൽ നിന്ന് അവാർഡ് കിട്ടുന്നത് 2 വർഷം മുമ്പ് ശ്രീകൃഷ്ണന്റെ അനുജൻ മാർക്കാട് ഓർമ്മയിൽ നിന്ന് അവാർഡ് കിട്ടി. അത് തുടങ്ങി സൂചിപ്പിക്കുന്നത്. പിന്നെ ഞാൻ കവിത എഴുതാനെന്ന് വെച്ച് ചെറുപ്പത്തിൽ പറഞ്ഞ ഞങ്ങൾക്കൊരു വയ്യമ്മയുടെ ഒരു വെക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഞാൻ 8ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെക്കേഷൻ തുടങ്ങുമ്പോൾ ചെറിയ പ്രൈമറി സ്കൂളിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വെക്കേഷൻ ക്ലാസ്. അവരുടെ സമയമാണ് അവിടെ ഒരു കയ്യെഴുത്ത് ക്ലാസ് തുടങ്ങി. അതിൻ്റെ ആദ്യത്തെ ആർട്ടുകൾ ലേഖനമായ അവിടെ തുടങ്ങി സാഹചര്യം വരുന്നത് കുറേ കണ്ടിട്ട് ബുദ്ധിയുള്ള ആദ്യം ഞാൻ എഴുതിയത് ഒരു കവിതയാണ്. കവിയുടെ സ്വപ്നം തോന്നുന്നു. കവിയുടെ സ്വപ്നം കണ്ടു നമ്മളെ ക്ഷാമം തീരുന്നു. കായംകുളവും കാസർഗോഡും കാര്യക്ഷമമായി നിൽക്കുന്നതിന് അത് കഴിഞ്ഞ് കുരങ്ങോടി നടന്നില്ല. അതിനെ കവിയെ കൊല്ലാൻ ഉത്തരവായി കവിയുടെ ഹൃദയം തിരികെപ്പോയി. കവികൾ നമ്മുടെ പൂർവികരല്ലോ, കരുണയുടെ. ഇതാണ് എൻ്റെ ആദ്യത്തെ നാല്. അവിടുത്തെ കൂടെ തുടങ്ങിയിട്ട് ഞാൻ ബുള്ളറ്റ് എൻ്റെ എല്ലാ കവിതകളും ഈ പുസ്തകത്തിൽ മിക്കവാറും എല്ലാ കവിതകളും ഹൈഡൻ ബുള്ളറ്റ് എന്ന് പറയും. എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ എന്നൊരു സ്ഥാപനം ഞാൻ എഴുതുന്നില്ലായിരുന്നു. അത് പബ്ലിഷ് ചെയ്തിരുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പുസ്തകം ഇറക്കത്തില്ലായിരുന്നു. അവിടുത്തെ കുറേ കൂടെ വന്നപ്പോൾ ഈ ചിലർത്തൊക്കെ അവതരിപ്പിച്ച് കഴിച്ചപ്പോഴും കുറച്ചുകൂടെ ഗൗരവമായിട്ട് സമർപ്പിക്കേണ്ടതാണ് കവിത. പല കവിതാ വേദികളിലും പോയി കവിത മറ്റുള്ളവരുടെ കവിതകളെ വായിച്ചു തുടങ്ങിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എഴുതിയ പോലെ ഇങ്ങനെ കവിത സ്വപ്നം എഴുതിയ പോലെ കുറച്ചുകൂടെ ഗൗരവമുള്ള സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ എഴുതണമെന്ന് ഒരു ചിന്ത എന്നിലുണ്ട്. അത് കാരണമുണ്ട്. കാരണം ഞാൻ നല്ലൊരു വായനയാണ്. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലാണ് ഞാൻ യൂണിവേഴ്സിറ്റി പഠിച്ചത്. അന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എഞ്ചിനീയർ സ്വപ്നമേ ആയിരുന്നില്ല. അത് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ മലയാളത്തെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ മലയാളത്തെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അന്ന് ഒരു രസം പറയാറുണ്ട്. ഉള്ളിൽ കൊണ്ടൊരു ഞാൻ എഴുതണം. എല്ലാ വർഷവും ഞാൻ വായിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരു മലയാളത്തിൽ യൂണിവേഴ്സിറ്റിയിലെ പുസ്തകം മലയാള സബ്ജക്റ്റ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേദി കിട്ടി. അപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ
ശരിയായി പിറക്കട്ടെ. വൻമരത്തണലിൽ നിന്ന് ഒരു തരി സൂര്യ വിളിച്ച് അത് മുരടിച്ചു പോകട്ടെ. ഇന്നത്തെ ജന്മത്തിൽ മുറിവേറ്റ താമര കൂട്ടങ്ങൾ മറ്റു കടിമയായി തീർന്ന് വാടിക്കരിയട്ടെ എന്നൊരു ഇത് കൊടുക്കുകയാണ് വരണം. അതുകൊണ്ട് നീ പെയ്തൊടുക, വിചാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മഴ ഏതായാലും അത് കേട്ടിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് മഴ കിട്ടുന്നതാണ് എൻ്റെ കവിത. കൊട്ടൂടിയും തച്ചുശാസ്ത്രത്തിൻ സിദ്ധ സൗന്ദര്യം പകർത്തുവാൻ കൊച്ചുനാൾ തൊട്ടേ എന്നും ഉരുവിട്ടേ നീ മന്ത്രം. ഒട്ടുനാൾ ചെല്ലും തോറും എൻ മകൻ പ്രശസ്തനായി കണ്ണുകൾ നിറഞ്ഞുപോയി, എൻ മനം കുളിർത്തുപോയി. കണ്ണനൻ മകനല്ലോ സാക്ഷാൽ പെരുന്തച്ഛൻ. ഇങ്ങനെ ഓമനായിട്ട് വളർത്തിയ ഒരു മകനെ കല്ലെറിഞ്ഞ് കത്തിയത് എന്നെക്കാട്ടി പ്രസിദ്ധനായെന്ന് പറഞ്ഞു. ഈഗോ അങ്ങനെ ഈഗോടെ ഒരു മനുഷ്യനല്ല ഈ പെരുന്തച്ഛൻ. അത് പിന്നെ എന്താണല്ലേ എന്തോ സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചതാണ്. ഈ തമ്പുരാനൊരു തൊട്ടാട്ടി കുട്ടിയുണ്ടല്ലോ, നമ്മൾ അസിഹമായിട്ട് അറിയാം. അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ കുത്തിയെടുക്കുന്നത്. അപ്പം അതിൽ ആ കുത്തിയെടുക്കുക കുട്ടി കൂടുതലായിട്ട് വന്നിരുന്ന ടീച്ചി ഈ പെരുന്തച്ഛൻ്റെ മകൻ ഈ കുട്ടിയുമായിട്ട് അഭേദ്യമായൊരു ബന്ധമുണ്ടായി. അവര് ചുംബിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. യക്ഷിയായടുത്തെത്തി ചുണ്ണാമ്പ് ചോദിച്ചെന്റെ ഇഷ്ടപുത്രനെ മെല്ലെ കൈകളാൽ വരിഞ്ഞവൾ പക്ഷോല കുടങ്ങളാ മാവിൽ ചേർത്തമർത്തി തന്നക്ഷികളടച്ചാത്മനിർമ്മിതി പൂകിയിടവ് പിടയ്ക്കും ഹൃദയത്തിൻ കമ്പനം ചുളികളിൽ തിളയ്ക്കും ചെഞ്ചോലയ ശോണിമ വരത്തവേ തുടിക്കും അധരങ്ങളിൽ ചേർന്ന് പുളയ്ക്കും താരുണ്യത്തിൻ മാധുര്യം നിളയവേ. തപ്തനായി നിന്ന് പോയി ഞാൻ തിരുമേനി കാണും മുമ്പ്, കൊട്ടാരത്തകത്തളത്തുള്ളവർ വരും മുമ്പ്, കണ്ണൻ മകനെ ആ മാറിൽ നടത്തി എന്നുള്ളിലെ രോഷം മെല്ലെ ഒതുക്കാൻ ശ്രമിക്കവേ കണ്ടു ഞാനതാ നീലകണ്ഠനായുടെ എഴുതിക്കൊണ്ട് വാഞ്ഞെടുക്കുന്നു. തടുക്കാൻ പറ്റും മുമ്പേ കഴുത്തിൽ പതിക്കൊരാകീനുള്ളിൽ ചിപ്പയ്ക്കും നിറത്തിൽ കുളിച്ചെന്റെ മുന്നുമോൻ പിടയ്ക്കുന്നു. ഈ നീലകണ്ഠൻ എന്ന് പറയുന്ന ഈ തമ്പ്രാട്ടിക്കുട്ടിയുടെ മുഖത്ത് നിൽക്കലാണ്. അവനിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അവന് വലിയ മോഹമുണ്ട്, ഇതൊക്കെ സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ സീൻ കണ്ടപ്പോൾ ഇവരെങ്കിലും ആരെങ്കിലും ബന്ധം സഹിച്ചില്ല. അവൻ ഇപ്പോഴും അന്ന് വീട്ടിലാണ്. ഞാൻ എൻ്റെ ഒരു വേഷനാണത്. അതിന് ഒത്തിരി ക്രിറ്റിസിസം ഉണ്ടാകാൻ പറ്റിയ ഒരു കവിക്കുള്ള സാധനം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് സംഭവം ഞാൻ പറയാം. അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ വേറെ ഈ ഹാളിൽ ഫെബ്രുവരി 9 തിങ്കളാഴ്ച കവി സമ്മേളനം ഡോക്ടർ പി പ്രസന്നമണി ഉദ്ഘാടനം ചെയ്യും. ശോഭനന്റെ മൂന്നാമത്തെ കൊടുത്തോ? വൈഡ് പോവില്ല. ഞാൻ നേരത്തെ എടുത്തു കഴിഞ്ഞു. കൊണ്ടുപോകുന്ന ആരെ തിരിച്ചോ? എല്ലാവരും കൂടെ പറഞ്ഞാണ് 86 ആക്കിയത്. അതൊരു ഓർമ്മയില്ലായിരുന്നു. ഇന്ന് രാവിലെ വിളിച്ച് രാത്രി 12 മണിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞോളൂ. കൂട്ടത്തിലായോണ്ട് വെച്ചിട്ട് കാണിക്കുന്നതാണ്. വീട്ടിൽ ചെന്നാൽ കുറച്ചുകൂടെ ശരി. പിന്നെ വയ്യ
കട്ടിൽ കിടന്ന് ഉറങ്ങിയാണ് 86 വയസ്സ്. 86 വയസ്സ് പ്രായമൊന്നും അല്ല. ഒരാളുണ്ടെങ്കിലേ നമ്മളങ്ങ് മാറി അവരൊക്കെ എനിക്ക് അവസരം തരുന്നില്ല. ആ ദേവദാരു പൂത്തുവാണെങ്കിൽ എനിക്ക് അത്രയും സുലഭ എന്ന് പറയുന്നത് അസുലഭ എറണാകുളത്ത് നമ്മുടെ മണിമല വിളിക്കുന്ന പറഞ്ഞാൽ എന്നിട്ട് ആദരവേറ്റു വാങ്ങിയിരുന്നു. സ്ഥിരവാദാണല്ലേ? 85 വയസ്സ് കഴിഞ്ഞു. 85 സാഹിത്യവേദി എല്ലാം ഉപഹാരം എടുത്ത് മറ്റേ ഇത് പൊന്നാടയെല്ലാം എടുത്ത് സമ്മാനമൊക്കെ എടുത്ത് സമ്മാനമൊക്കെ ചായ കുടിക്കാൻ പറഞ്ഞത് പൈസ